ഹായ് എവരി വൺ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ. എവിടെ യൂട്യൂബ് വീഡിയോസ്, എവിടെ വ്ളോഗെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി. കുറേ നാളൊരു ഗ്യാപ്പ് വന്നില്ലേ, അപ്പം പിന്നെ അങ്ങ് റീസ്റ്റാർട്ട് ചെയ്തേക്കാത്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. ഐ എം ഹാവിങ് മൈ ഈവനിങ് കോഫി. യെസ്, കോഫിയുടെ കൂടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ഐ ഹാവ് ലോട്ട് ഓഫ് സ്നാക്സ്. യെസ്, അപ്പോൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ എത്തിയതേ ഉള്ളൂ. കാറ്റൊക്കെ കൊണ്ട് നല്ല വെതറാണ്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു സമയം ലൈക്ക് 6 ആയി ആൻഡ് വി ഹാവ് നൈസ് വെതർ ഹിയർ. കാറ്റൊക്കെ കൊണ്ട് ഒരു ചായ കുടിച്ചിരിക്കുക. കുഞ്ഞാൻ്റിയുടെ ഉണ്ണിയപ്പം തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല, ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കായിരുന്നു. ഓ എന്താ സ്വാദ്. നമുക്ക് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്ത് കണ്ടന്റാ ചെയ്യാം. കുറേ നാൾക്ക് ശേഷം വീഡിയോ ഇടുന്നല്ലേ, എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ വേണ്ടേ പറയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ, ഇതെൻ്റെ ബാക്ക് യാർഡ് കേട്ടോ, വീടിൻ്റെ ബാക്കിൽ. അപ്പോൾ ബാക്ക് യാർഡിൽ ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത കുറേ സാധനങ്ങൾ ഇന്നലെ ഞാൻ കണ്ടു. അപ്പം ഐ തോട്ട് ഓഫ് ഷെയർ വിത്ത് യു ഓൾ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഈ കാണുന്ന പച്ചപ്പും കാടൊക്കെ ഇല്ലേ, അതൊക്കെ ഓരോ ഫ്രൂട്ട്സും, നമുക്ക് എഡിബിളായിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് അത്രേ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് സീ. ഇതാ എൻ്റെ കിച്ചണിൽ നിന്ന് ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി വന്നാണേ. മെയിനായിട്ട് ഫസ്റ്റ് കാണിച്ചു തരാനുള്ളത് ഈ ഐറ്റം കാണുന്നുണ്ടോ? ബാക്ക് ക്യാം ഓണാക്കി കാണിച്ചു തരാം, അതായിരിക്കും ബെറ്റർ. സീ, ഇതെന്ത് കായായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. വേറൊന്നുമല്ല, ആപ്പിളാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട്. എത്ര എണ്ണം ഇനി വലുതാവുന്നവരെ നിൽക്കും, കൊഴിഞ്ഞു പോകുമോയെന്നൊന്നും അറിയില്ല. ബട്ട് ഇത്തവണ ഈ ചെടി നിറച്ച് നമുക്ക് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഇവിടെ നിന്നവർ പറഞ്ഞത് ഇവർക്ക് കുറച്ചേ ഉണ്ടായുള്ളൂ എന്നാണ്. ഇത്തവണ ഞാനൊക്കെ ഇങ്ങോട്ട് വന്നതിൻ്റെ ആണോ എന്നറിയില്ല, നിറയെ വിരിഞ്ഞിട്ടുണ്ട്. ബാക്കി നിൽക്കുന്ന ഈ കാട്, ഇവർക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടൂടെ എന്ന്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതെല്ലാം ഗ്രേപ്സാണ്. കണ്ടോ, പിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗ്രീൻ ആണോ ബ്ലാക്ക് ആണോ എന്ന് ഞാൻ ഇത് വലുതായി കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഗ്രേപ്സിൻ്റെ സീസൺ ടൈം ആവുന്നേലായിരിക്കും, അപ്പോൾ ഇത് വലുതാവുന്നേ ഉള്ളൂ. മെയിൻ 2 ഐറ്റം കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് അത്ര പരിചയമില്ലാത്ത 1-2 ഐറ്റംസ് ആട്ടോ. അത് കാണിച്ചു തരാം. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുണ്ടായില്ല ഇത് എന്ത് സാധനമാണെന്ന്. ഇന്നലെ ഞാൻ തന്നെ ഇത് അടുത്തുള്ളവരോട് ചോദിച്ചിട്ടാണ് ഇതിൻ്റെ പേരൊക്കെ മനസ്സിലാക്കിയത്. ഇപ്പം കാണിച്ചു തരണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് പിയർ ഫ്രൂട്ടാണ്. പെയർ എന്നാണോ പറയാമെന്നറിയില്ല. PEAR, അതാണ് ഇതിനെ സ്പെല്ല് ചെയ്യുന്നത്. ദീസ് ആർ അവർ ബ്ലാക്ക്ബെറീസ്. ബ്ലാക്ക്ബെറി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആവുന്നേ ഉള്ളൂ. ഇതാ, ആൻഡ് ദ മെയിൻ വൺ, ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഇതാണ് ഈ കുനുകുനൂന്ന് ഉണ്ടായി കിടക്കുന്നുണ്ടല്ലേ, ഇതാണ് വൈറ്റ് കറൻറ്റ്. റെഡ് കറൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത്തവണ കണ്ടു. ഇതിൽ യെസ്, ഈ ഒരെണ്ണം കണ്ടോ, ക്ലിയർ ആണോ? ട്രാൻസ്പെറൻ്റ് ആയത്. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സീഡ് ഉള്ളിൽ വിസിബിൾ ആവുമ്പോഴാണ് ഇത് മൂത്തതെന്നാണ് പറയണേ. ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്ത് നോക്കാം എന്താ ടേസ്റ്റ് എന്ന്. ഇതിപ്പോൾ ഏകദേശം ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വൈറ്റ് കറൻറ്റ് കഴിച്ചു നോക്കാൻ പോവാണേ. ഓ, നല്ല പുളിപ്പ്, പക്ഷെ കുഴപ്പമില്ല, പുളിയാണ്, പുളിപ്പാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനി വേറൊരു ഐറ്റം. ഇവിടെ നെല്ലിക്ക ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു, പക്ഷെ നമുക്കിവിടെ ബ്രിട്ടീഷ് ഗൂസ്ബെറീസ് ഉണ്ട് അത്രേ. ബ്രിട്ടീഷ് ഗൂസ്ബെറി കാണാൻ നെല്ലിക്ക പോലെ അല്ല കേട്ടോ, എന്നാൽ ഒരു കൈൻഡ് ഓഫ് നെല്ലിക്ക എന്ന് പറയാം. ഇതാണ് ബ്രിട്ടീഷ് ഗൂസ്ബെറി. ഇതിൽ ഇതിങ്ങനെ കളർ വരുന്നതാണ് പറയണേ കേട്ടോ, പക്ഷെ പച്ചയായിട്ടും കഴിക്കാം. ഈ കളറ് വന്നത് മൂത്തതായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണു. എന്തായാലും കഴിച്ചു നോക്കാം. ഇന്നലെ ഞാൻ പച്ച 2 കഴിച്ചിരുന്നു, ഏതാണ്ട് നെല്ലിക്കയുടെ ടേസ്റ്റൊക്കെ തന്നെ. അപ്പോൾ ഇന്നലെ ഞാൻ 2 കഴിച്ചു, അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ സീഡ് ഡിഫറെൻ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു സീഡ്സ് ഉണ്ട്. ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. സീ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുകുരു എന്നുള്ള സീഡ്സാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം നമുക്ക് കഴിക്കാം.
നെല്ലിക്ക പോലെ തന്നെ. ഒരു പച്ചയും കൂടെ കാണിച്ചു തരാം. ഇത്തിരി സോഫ്റ്റാണ് കണ്ടോ, ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങുന്നുണ്ട്. പക്ഷേ നെല്ലിക്കയുടെ തന്നെ ആ സോർ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല പുളിയാണേ. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴേ എന്നോട് പറയാം പറിച്ച് ഉപ്പിലിട്ടോളാൻ. പക്ഷെ എന്ത് ചെയ്യാനായി, കുഞ്ഞു ചെടിയിൽ ആകെ ഒരു 10-30 എണ്ണങ്ങാണ്ടി ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ പറിച്ച് ഉപ്പിലിട്ടാൽ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടേ. അത് ഞാൻ വെച്ചു ഇടയ്ക്കൊന്നും ഇങ്ങനെ കഴിക്കാമെന്ന്. മുള്ളുണ്ട് കേട്ടോ, മുള്ളുള്ള നെല്ലിക്ക നോക്കി, മുള്ളുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ ഇന്നലെ ഐഡൻറ്റിഫൈ ചെയ്തത് ഇത്രയും ഫ്രൂട്ട്സാണ്. സീരിയസ്ലി ഞാൻ ഇന്നലെ കണ്ടിട്ടേ ഉള്ളൂ ഇതെല്ലാം. എൻ്റെ പുറകിൽ ഈ ഉണങ്ങി നിൽക്കുന്ന മരം കണ്ടോ, ഇത് ആപ്പിൾ മരമായിരുന്നു. പക്ഷേ എന്ത് പറ്റിയതറിയില്ല, കഴിഞ്ഞ വർഷം ആപ്പിൾ ഉണ്ടായതാണെന്നാണ് പറഞ്ഞേ. ഉണങ്ങിപ്പോയി ഗൈസ്. സാഡ്, സോ സാഡ്. എന്തായാലും ഇവർ വൃത്തിയാക്കി ഇട്ടുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലായി. മറ്റേ ഫുള്ള് പുല്ല് കയറി കിടക്കായിരുന്നു ലാസ്റ്റ് വീക്ക് വരെ. അപ്പം ഇങ്ങോട്ടൊന്നും ഇറങ്ങണ്ടായില്ല, ജസ്റ്റ് അവിടെ പോയി ഇരിക്കും, ദാറ്റ്സ് ഇറ്റ്. എന്തായാലും ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് ഞാൻ ഫോട്ടോസോ വീഡിയോസോ ഇട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എന്താ പറയുക, ഇത് വലിയ മരമായിരുന്നു. മേ ബി ഇതിൻ്റെ കൊമ്പ് മുറിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഉണങ്ങിപ്പോയി. ഞാനിങ്ങനെ ഈ ആപ്പിൾ മരത്തിലോട്ട് നോക്കിയപ്പോൾ ആണേ കണ്ടേ, ഇതിൻ്റെ ചില ലീവ്സൊക്കെ ഒരു കേട്, ലൈക്ക് എന്തോ ഒരു പ്രാണി വന്ന് കൂട് കൂട്ടിയ പോലെയുണ്ട്. സം ഇൻസെക്ട്സ്. റെഡ് ആപ്പിളാട്ടോ, റെഡ് ആപ്പിളാണ്. ചെറിയ റെഡ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. പ്രാണിയൊന്നും ഞാൻ പറഞ്ഞില്ല, കണ്ടോ ചില ലീവ്സിനൊക്കെ ഒരു കേട്. ഇതൊക്കെ വൃത്തിയാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല. എന്തോ പ്രാണികൾ, പുഴുവാന്ന് തോന്നുന്നു. ഇവിടെ തന്നെ എൻ്റെ ഫ്രണ്ട്സും താമസിക്കുന്നുണ്ട്. ഈ സ്പേസിൽ ഇനിയൊരു ബാർബിക്യൂ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. നടക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും എനിവേ അതൊക്കെയാണ് വീഡിയോ. ഇപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റാണ്. നമുക്ക് സൺസെറ്റൊക്കെ അറൗണ്ട് 9:30, 9:45, 10 മണിയൊക്കെ ആകുമ്പോഴാട്ടോ. ഒരു ടയേർഡ് പോലെ ഉണ്ടോ, ആക്ച്വലി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, അതാണ്. വേറെ എന്താ ഇപ്പോൾ പറയുക, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. സോ ഇനി കറൻ്റ്ലി ഓരോരോ കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വീഡിയോസൊക്കെ ഉടനെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.